നമസ്കാരം. കേറ്ററ്റുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നിങ്ങളോട് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കേറ്ററ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ റെക്ടിഫൈഡ് കീയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ മാർക്ക് അപ്ഡേറ്റ് ആകാത്തവർ ഒരുപാട് പേരുണ്ട് എന്നാണ് അറിയപ്പെട്ടത്. അപ്പം അത്തരത്തിലുള്ളവർ അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് കേസിനും മറ്റു കാര്യങ്ങൾക്കും പോയിട്ട് പൈസ തരേണ്ട ആവശ്യമില്ല. പരീക്ഷ ഭവനെ വിളിച്ച സമയത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തവർ മെയിൽ അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനുള്ള മെയിൽ ഐ ഡിയും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ന് രാത്രി നടക്കുന്ന വെബിനാറിലും പറയുന്നുണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. അതായത് പാർട്ട് 2, അത് കാറ്റഗറി 2നെ പറ്റി പറയുകയാണെങ്കിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പെഡഗോജിയിൽ 2 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അതുപോലെ സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിലാണ് വരുന്നതെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ആൻസർ വന്നിട്ട് മാറ്റിയിട്ടാണുള്ളത്. ബി എന്ന് പറയുന്ന ആൻസർ ഫൈനലൈസ്ഡ് ചെയ്തിട്ട് ഡി ആക്കിയിട്ടാണ് അത് മാറ്റിയിട്ടുള്ളത്. അത് വന്നിട്ട് സോഷ്യൽ സയൻസിലെ 58 പേപ്പർ 1, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ എയിലെ 58, ക്വസ്റ്റ്യൻ പേപ്പർ ബിയിലെ 57, ക്വസ്റ്റ്യൻ പേപ്പർ സിയിലെ 47, ക്വസ്റ്റ്യൻ പേപ്പർ ഡിയിലെ 34. ഈ ഒരു ചോദ്യമാണ് ബി എന്ന ഓപ്ഷനിൽ നിന്നും ഡിയിലോട്ട് മാറിയിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് മാർക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ ഞാൻ പറഞ്ഞ സൈക്കോളജിയിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എയിലെ 9, 49 എന്നീ ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ബിയിലെ 17, 49 എന്ന ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ സിയിലെ 21, 49 എന്നീ ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിയിലെ 7, 50 എന്നീ ചോദ്യങ്ങളുമാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 മാർക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. സോഷ്യൽ സയൻസിലുള്ളത് ആ പറഞ്ഞത് ആൻസർ ഫൈനലൈസ്ഡ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മറ്റേ ക്യാൻസൽ ചെയ്ത ഈ ചൈൽഡ് സൈക്കോളജിയിലെ മാർക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് കാറ്റഗറി 2ലുള്ളത്. അപ്പം അത് കിട്ടാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾ കൂട്ടി നോക്കിയപ്പോൾ 2 മാർക്ക് കൂടി വന്നിട്ടില്ല എന്നുള്ളവർ മാത്രം എന്ത് ചെയ്യുക, അവരുമായി കോൺടാക്ട് ചെയ്യുക. അവർ മാക്സിമം എല്ലാവരും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അതുപോലെ കാറ്റഗറി 1 വന്നിട്ട് ഇംഗ്ലീഷിൽ ഒരു ചോദ്യമാണ്. ഇംഗ്ലീഷിൽ 2 ചോദ്യങ്ങളാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 മാർക്ക് ക്യാൻസൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും ആ 2 മാർക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ 80 ഉള്ളവരും അതുപോലെ 88 ഉള്ളവർക്കൊക്കെ വളരെ ഒരു നല്ല കാര്യമാണ് ഇപ്പോൾ ഈ പറയാൻ പോകുന്ന ഇൻഫർമേഷൻ. നിങ്ങൾ ദയവായിട്ട് നിങ്ങൾക്കത് കിട്ടിയിട്ടില്ലെന്ന് ഉറപ്പ് വന്നാൽ ഉറപ്പായിട്ട് അവരുമായിട്ട് ബന്ധപ്പെടാനാണ് പറഞ്ഞിട്ടുള്ളത്. മെയിൽ അയക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ അത് വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എയിലെ 134, 146 ചോദ്യം, ക്വസ്റ്റ്യൻ ബിയിലെ 136, 146 ചോദ്യം, ക്വസ്റ്റ്യൻ പേപ്പർ സിയിലെ 132, 149 ചോദ്യവും ക്വസ്റ്റ്യൻ പേപ്പർ ഡിയിലെ 139, 147 ചോദ്യങ്ങളുമാണ് അവർ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, റിസൾട്ട് വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിനുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. കാറ്റഗറി 3യുടെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളവർക്ക് മൊത്തം 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ 2 ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യുകയും ഒരു ചോദ്യം അതായത് ഓപ്ഷൻസ് മാറ്റി ഫൈനലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സോഷ്യൽ സയൻസിൽ 1 വന്നിട്ടുണ്ട്, നാച്ചുറൽ സയൻസിൽ 1 വന്നിട്ടുണ്ട്, മാത്സിൽ 1 വന്നിട്ടുണ്ട്. ഇതിൽ സോഷ്യൽ സയൻസിലുള്ളത് ആൻസർ ഫൈനലൈസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നാച്ചുറൽ സയൻസിലും മാത്തമാറ്റിക്സും എഴുതിയിട്ടുള്ളവർക്ക് 1 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അത്തരത്തിലുള്ളവരും എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെടുക. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മെയിൽ ചെയ്യേണ്ട വിവരങ്ങളും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും. പിന്നെ ഇന്ന് രാത്രി 7:30 ഒരു വെബിനാർ ഉണ്ടാവും. ഇതിനെപ്പറ്റിയും കേട്ടിൻ്റെ മറ്റു കാര്യങ്ങളെ പറ്റി ഒരു വെബിനാർ ഉണ്ടാവും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഇതുമായിട്ട് എന്ത് ചെയ്യുക, ലിങ്കിൽ ജോയിൻ ചെയ്യുക.